നമ്മുടെ മഹായോഗത്തിൻ്റെ സമാപന സന്ദേശത്തിലേക്ക് നമ്മൾ കടന്നു വരുവാൻ പോകുകയാണ്. വളരെ പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും കൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവസഭയുടെ അസിസ്റ്റൻ്റ് ഓവർസറായി കർത്താവിൻ്റെ കരങ്ങളിൽ ശക്തമായി പ്രയോജനപ്പെടുന്ന കർത്താവിൽ ബഹുമാന്യനായ ഡോക്ടർ ഷിബു കെ മാത്യു, അദ്ദേഹത്തെ ഈ സദസ്സിന് ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇന്ന് രാത്രിയിൽ നാം പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ നമ്മുടെ നടുവിൽ ശക്തമായിട്ട് ഉപയോഗിക്കുവാനിടയായിത്തീരും. തുടർന്നുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ ദാസനെ ആദരവോടെ ക്ഷണിക്കുന്നു. കരങ്ങളടിച്ച് നമുക്കെല്ലാവർക്കും സ്വീകരിക്കാം. ഇന്ന് രാത്രിയിൽ, ഈ സമാപന രാത്രിയിൽ, ഈ സുവിശേഷ മഹായോഗത്തിൻ്റെ അധ്യക്ഷനായിരുന്ന് ഏറ്റവും ഭംഗിയായി ശുശ്രൂഷ നിയന്ത്രിക്കുന്ന ക്രിസ്തുവിൽ ഞാൻ വളരെ സ്നേഹിക്കുന്ന പാസ്റ്റർ ബാബു ചെറിയാൻ അവറുകൾ, ദൈവസഭയുടെ ബഹുമാന്യനായ സ്റ്റേറ്റ് ഓവർസിയർ, ഏറ്റവും ഭംഗിയായി ഈ സമ്മേളനത്തിന് നേതൃത്വം കൊടുക്കുവാൻ കർത്താവിൻ്റെ ദാസനെ ദൈവം ബലപ്പെടുത്തിയത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട വൈറജി പാസ്റ്ററെ, കർത്താവ് വളരെ ശക്തമായി ഈ പ്രാവശ്യത്തെ കൺവെൻഷന് മുന്നിൽ നയിക്കുവാൻ കർത്താവ് കൊടുത്ത കൃപയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിൽ ഞാൻ ഒത്തിരി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ദൈവസഭയുടെ സൗത്ത് ഏഷ്യൻ സൂപ്രണ്ടന്റ് CC തോമസ് സാറിനോടൊപ്പം ആയിരിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കൗൺസിൽ സെക്രട്ടറി സാങ്കുട്ടി മാത്യു പാസ്റ്റർ, വിശ്വാസ സമൂഹത്തിൻ്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ബ്രദർ ജോസഫ് മറ്റത്തുകാല ഉൾപ്പെടെ ഞാൻ ഒത്തിരി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഏറ്റവും പ്രിയപ്പെട്ട ദൈവദാസന്മാർ, വിശ്വാസ സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ടവർ ഏവർക്കും, കൗൺസിൽ അംഗങ്ങൾ, ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ്, സെൻട്രൽ ലോക്കൽ സഭാ ശുശ്രൂഷകന്മാർ, വിശ്വാസ സമൂഹം, ഏവർക്കും എൻ്റെ വന്ദനം ഞാൻ അറിയിക്കുന്നു. നിങ്ങളിൽ ഒരുവനായി ഇന്ന് രാത്രിയിൽ ഈ സമ്മേളനത്തിൽ അല്പസമയം ദൈവവചനം ശുശ്രൂഷിക്കുവാൻ കർത്താവ് തന്ന നിയോഗത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മെ എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മുഖവരെയായി അധികമൊന്നും പറയുവാൻ നമ്മുടെ മുന്നിൽ സമയമില്ലാത്തതിനാൽ വളരെ വേഗം എന്നെ ഏൽപ്പിച്ച ആ സബ്ജക്റ്റിനോടുള്ള ബന്ധത്തിൽ ഒരു സമാപന സന്ദേശം നൽകുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 6-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു: ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടി 1000 ആണ്ട് വാഴും. യേശു ക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലേക്കുള്ള വരവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലെങ്കിൽ ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവസഭയെ സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു. അതായിരുന്നു കർത്താവിൻ്റെ ഏറ്റവും വലിയ പദ്ധതി എന്നുള്ളത്. ആദാമിൽ സ്വർഗം ആഗ്രഹിച്ചത് ലംഘനത്താൽ ആദാം നഷ്ടപ്പെടുത്തി കഴിഞ്ഞപ്പോൾ നോഹ മുഖാന്തരം മറ്റൊരു വീണ്ടെടുപ്പിന് ദൈവം ശ്രമിച്ചുവെങ്കിലും മാനവകുലം ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് വഴുതി മാറിയപ്പോൾ മൂന്നാമതായി ദൈവമായവൻ തന്നെ ഭൂമിയിലേക്ക് വെളിപ്പെട്ടു. അവൻ നേരിട്ട് ഭൂമിയിൽ വന്ന് മാനവകുലത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി 33.5 വർഷം ഈ ഭൂമിയിൽ പ്രവർത്തിക്കുകയും ഓടുകയും അധ്വാനിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും പാപികൾക്ക് പാപമോചനവും രോഗികൾക്ക് രോഗസൗഖ്യവും നൽകി തൻ്റെ ശുശ്രൂഷ കാലഘട്ടം തികച്ചതിൻ്റെ അവസാനം തന്നെത്താൻ തൻ്റെ സഭയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത് തൻ്റെ സഭയെ ഈ ഭൂമിയിൽ സ്ഥാപിക്കുവാൻ ഇടയായി തീർന്നു. താൻ ജീവനോടിരുന്നപ്പോൾ തന്നെ കൈസരിയ ഫിലിപ്പിയിലേക്ക് ഒരു പ്രത്യേക യാത്ര കർത്താവ് നടത്തിയിട്ട് താൻ സ്ഥാപിക്കുവാൻ പോകുന്ന സഭയെക്കുറിച്ചുള്ള ഉദ്ദേശം തൻ്റെ ശിഷ്യന്മാർക്ക് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തത് നമുക്കെല്ലാവർക്കും വേദപുസ്തകത്തിൽ നിന്നറിയാം. തൻ്റെ ശിഷ്യ സമൂഹത്തോട് യേശുക്രിസ്തു പറഞ്ഞത് നമുക്കെല്ലാവർക്കും അറിയാം. കൈസരിയ ഫിലിപ്പിയ എന്ന് പറയുന്നത് ബാലിൻ്റെയും അശേര ദേവതകളുടെയും കേന്ദ്രസ്ഥാനമാണ്. അനേക വിഗ്രഹങ്ങളും പ്രതിഷ്ഠകളും തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു പട്ടണമായിരുന്നു അന്ന് കൈസരിയ ഫിലിപ്പിയ. നദികളിൽ പോലും വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം. അതേ സ്ഥലം തന്നെ, അതേ പട്ടണം തന്നെ യേശുക്രിസ്തു തെരഞ്ഞെടുത്ത് ആ പട്ടണത്തിൻ്റെ നെറുകയിൽ കാൽ ഊന്നിക്കൊണ്ട് തൻ്റെ വരവിൻ്റെ പദ്ധതിയെ യേശു അവിടെ ഡിക്ലെയർ ചെയ്തു. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അന്ന് യേശുക്രിസ്തു തൻ്റെ ഹൃദയത്തിൻ്റെ പദ്ധതി ഈ ഭൂമിയിൽ വെളിപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞു: ഞാൻ പോയാലും യെരുശലേം വിട്ട് നിങ്ങൾ വാങ്ങിപ്പോകരുത്. എന്നോട് കേട്ട പിതാവിൻ്റെ
വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കണം. യെരുശലേമിൽ അവർ ഒരുമിച്ച് മർക്കോസിന്റെ മാളിക മുറിയിൽ കാത്തിരുന്നപ്പോൾ ദൈവം തന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ തന്റെ ദാസന്മാരുടെ മേൽ പകർന്നു. അന്ന് തുടങ്ങിയ ജൈത്രയാത്ര ഇന്ന് 103-ാം കൺവെൻഷനിലും 2026-ലും നമ്മളിൽ ഒരാവേശമായി നിൽക്കുന്നതോർത്താൽ നമുക്കെങ്ങനെ മൗനമായിരിക്കുവാൻ കഴിയും? പരിശുദ്ധാത്മാവിന് പുതിയ നിയമത്തിൽ ന്യൂമ എന്നൊരു പേരുണ്ട്. പരിശുദ്ധാത്മാവിന് പഴയ നിയമത്തിൽ റൂഹ എന്നൊരു പേരുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിന് പുതിയ നിയമത്തിൽ മറ്റൊരു പേര് കൂടിയുണ്ട്, പാരാക്ലീറ്റെ. പാരാക്ലീറ്റെ എന്നുള്ള പേരിന്റെ അർത്ഥം ദ അൺസീൻ പ്രസൻസ്. ഒന്നുകൂടി പറഞ്ഞാൽ ന്യൂമ ഒരു കാറ്റെന്നും റൂഹ ദ ബ്രത്ത് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ശ്വാസം എന്നും പറയുമ്പോൾ പാരാക്ലീറ്റെ നമ്മളോട് വിളിച്ചറിയിക്കുന്നു, കാണാത്ത ഒരു സാന്നിധ്യം ഇന്ന് രാത്രിയിലും ഇവിടെ ഉണ്ട്. 1-ാം നൂറ്റാണ്ടിൽ പെന്തക്കോസ്ത് നാളിൽ മർക്കോസിന്റെ മാളിക മുറിയിൽ വീശിയടിച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് രാത്രിയിലും ഒരു ജ്വാലയായി നമ്മുടെ മധ്യത്തിൽ നിറഞ്ഞു നിൽക്കുവാനുള്ള കാരണം സഭയുടെ നാഥൻ കർത്താവാണെങ്കിൽ സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മ ശക്തിയാണ്. എന്തുകൊണ്ടാണ് ദൈവസഭ ഇന്നും തളരാതെ നിൽക്കുന്നത്? ഒന്നാമത്തെ കാരണം യേശുക്രിസ്തുവിന്റെ രക്തത്താൽ സഭയെ കർത്താവ് വീണ്ടെടുത്തു. 2, പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനാൽ സഭ നയിക്കപ്പെടുന്നു. 3-ാമത്, സഭ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. ഈ 3 ഘടകങ്ങൾ സഭയുടെ അടിസ്ഥാന വിഷയങ്ങളാണ്. 1, ക്രിസ്തുവിന്റെ രക്തം. 2, പരിശുദ്ധാത്മാവ്. 3, സഭ ക്രിസ്തുവിന്റെ ശരീരം. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ഈ കാലഘട്ടത്തെ മുന്നിൽ നിർത്തി പറയട്ടെ, ഒരു ഹോളിന് പൂട്ടിട്ടാൽ 10 ഹോളുകൾ തുറക്കപ്പെടും. ഒരു സുവിശേഷകനെ ജയിലിൽ അടച്ചാൽ 100 സുവിശേഷകൻ എഴുന്നേൽക്കും. ഒരുത്തനെ പ്രതിസന്ധിയിലാക്കിയാൽ അപ്പുറത്ത് 1000 എണ്ണം പുറകിൽ സംഘടിക്കും. അത് ദൈവസഭയുടെ ഒരു പ്രത്യേകതയാണ്. കാരണം ഞങ്ങളെ നയിക്കുന്നത് പരിശുദ്ധാത്മ ശക്തിയാണ്. ഞങ്ങളുടെ ജഡശരീരം തളർന്നാലും ഞങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവശക്തി തളരത്തില്ല. ഇന്ന് രാത്രിയിലും ആത്മശക്തിയിൽ ബലപ്പെടുന്ന ദൈവമക്കൾ ചേർന്ന് ശബ്ദമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ദൈവസഭയ്ക്ക് 3 വശങ്ങളുണ്ട്. 1 കഴിഞ്ഞു പോയത്. ദൈവരാജ്യത്തിന് 3 വശങ്ങളുണ്ട്. 1 കഴിഞ്ഞു പോയത്, 2 ഇപ്പോൾ ഉള്ളത്, 3 വരുവാനുള്ളത്. എന്താണ് കഴിഞ്ഞു പോയത്? അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് തുടങ്ങിയുള്ള മഹാരഥന്മാർ ദൈവരാജ്യത്തിൽ കാണും. എന്താണ് ഇപ്പോഴുള്ള വശം? ഇപ്പോഴുള്ള വശമാണ് ഭൂമിയിലെ ദൈവസഭ, അല്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ ഇവിടെ കൂടിയിരിക്കുന്ന സമ്മേളനം. എന്താണ് ദൈവരാജ്യത്തിന്റെ 3-ാമത്തെ വശം? വരുവാനുള്ള നിത്യത. അതിനെ ഉറപ്പിച്ചുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയട്ടെ, കഴിഞ്ഞു പോയതിലോ ഇപ്പോൾ ഉള്ളതിലോ ഭാഗവക്കാകാത്ത ആരും വരുവാനുള്ള നിത്യരാജ്യത്തിൽ കാണത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നുകിൽ കഴിഞ്ഞു പോയതിൽ അല്ലെങ്കിൽ ഇപ്പോഴുള്ളതിൽ കാണാത്ത ആരും വരുവാനുള്ള നിത്യരാജ്യത്തിൽ കാണത്തില്ല. എന്തുകൊണ്ടാണ് സഭ ഇന്നും വിജയിച്ചു നിൽക്കുവാനുള്ള കാരണം? ചിലരെ അപ്പോസ്തലന്മാരായും, ചിലരെ പ്രവാചകന്മാരായും, ചിലരെ ഉപദേഷ്ടാക്കന്മാരായും, ചിലരെ ഇടയന്മാരായും സ്വർഗം ദൗത്യമേൽപ്പിച്ചപ്പോൾ എല്ലാവർക്കും കോമണായി കൊടുത്ത ഒരു ദൗത്യമുണ്ട്, സുവിശേഷീകരണം. സുവിശേഷീകരണം. 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരുടെ മേൽ ദൈവശക്തി വ്യാപരിച്ചപ്പോൾ അവർ ദേശത്തെ കീഴ്മേൽ മറിച്ച് 3000-ൽ തുടങ്ങി 5000-ആയി, 5000 10,000-ആയി, 10,000 20,000-ആയി. ദിനം പ്രതി ആളുകൾ ദൈവസഭയിൽ കൂടി. എന്താ പറയുന്നത്? 1000 ദൈവസഭയോട് ചേർന്നു. ഇന്ന് രാത്രിയിലും ഇത്ര വലിയൊരു സമൂഹം നമ്മൾ ഒരുമിച്ച് ഇവിടെ കൂടി വന്നിരിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, തളരാത്ത ദൈവത്തിന്റെ പദ്ധതിയാ ദൈവത്തിന്റെ സഭ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സഭയ്ക്ക് വേണ്ടി ആകാശമേഘങ്ങളിൽ കർത്താവ് പ്രത്യക്ഷനാകും. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുക. ഇന്ന് രാത്രിയിലും ചിന്തിച്ചു. 1-ാമത് കന്യകാസുതനായി ഈ ഭൂമിയിലേക്ക് നമ്മുടെ കർത്താവ് അവതരിച്ചു. ഞാൻ ഒന്നുകൂടി പറയട്ടെ, യേശു ക്രിസ്തു കന്യകാസുതനായി ഭൂമിയിലേക്ക് അവതരിച്ചു എന്നുള്ളത് സത്യമാണെങ്കിൽ അതിലും എളുപ്പമാണ് അവന്റെ 2-ാമത്തെ വരവ്. ഒന്നുകൂടി പറഞ്ഞാൽ അതിലും എളുപ്പമാണ് അവന്റെ 3-ാമത്തെ വരവ്. ഒന്നുകൂടി ഞാൻ പറയാം, യേശു ക്രിസ്തു കന്യകയിൽ ജനിച്ചു എന്നുള്ളതായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ടുള്ള വസ്തുത. അത് സംഭവിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ, വചനം ഉറപ്പിച്ചു പറയുന്നുവെങ്കിൽ, അത് യാഥാർത്ഥ്യമാണെങ്കിൽ അതിലും ഉറപ്പ യേശു 2-ാമത് വരിക തന്നെ ചെയ്യും.
ഹല്ലേലൂയ. രണ്ടാമത് മധ്യാകാശത്തിൽ യേശു ക്രിസ്തു വരും. സഭ ഇവിടെ നിന്ന് എടുക്കപ്പെടും. എന്താ സഭ ഇവിടെ നിന്ന് എടുക്കപ്പെടും എന്നുള്ളതിന്റെ ആധികാരികമായ തെളിവ് 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വോൾട്ടയർ എന്ന് പറയുന്ന നിരീശ്വരവാദി യെരുശലേമിൽ ഒരു കല്ലറയുടെ നേരെ വിരൽ ചൂണ്ടി. ആ കല്ലറയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അടച്ചിട്ട് തുറന്ന കല്ലറയാണ്. അതിനകത്തൊരു ശരീരമുണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ ഒരു ശരീരമില്ല. ആ കല്ലറയ്ക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് വോൾട്ടയർ ഇപ്രകാരം പറഞ്ഞു: തുറന്ന കല്ലറയുടെ പേരിൽ പ്രസംഗിച്ച് നടക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചപ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകം കണ്ട ഏറ്റവും വലിയ ഫിലോസഫർ, ഈ ലോകം കണ്ട ഏറ്റവും വലിയ തിയോളജിയൻ അതേ കല്ലറയ്ക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു: യെരുശലേമിൽ ആ കല്ലറ തുറന്നിരിക്കുന്നുവെങ്കിൽ അവൻ പോയ വഴിയായി ഞങ്ങളും കടന്നു പോകും. ഹല്ലേലൂയ. ദൈവസഭയുടെ ഏറ്റവും വലിയ ഉറപ്പെന്ന് പറയുന്നത് യേശു ഉയർത്തെഴുന്നേറ്റു. ദൈവസഭയുടെ ഏറ്റവും വലിയ ഉറപ്പെന്ന് പറയുന്നത് അവൻ സ്വർഗാരോഹണം ചെയ്തു. കണ്ടുകൊണ്ട് നിന്ന ദൂതൻ ശിഷ്യന്മാരെ ബലപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് വന്നൊരു ദൂതൻ ഇപ്രകാരം പറഞ്ഞു: യെരുശലേം ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും മടങ്ങി വരും. 2026 103-ാം കൺവെൻഷന്റെ ആവേശം എന്ന് പറയുന്നത് ഇവിടുത്തെ ഗായക സംഘമല്ല, ഞങ്ങൾ ഇവിടെ പ്രസംഗിക്കുന്നതല്ല. ദൈവസഭയുടെ ആവേശം യേശു വരുമെന്നുള്ളതാണ്. ഇതിലും വലിയൊരു ആവേശം ദൈവസഭയ്ക്കില്ല പ്രിയമുള്ളവരെ. അതിലും വലിയൊരു കാര്യം ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് ഇവിടെ പറയുവാനില്ല. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ഉറപ്പിച്ചു പറയട്ടെ: വരുവാനുള്ള നിത്യരാജ്യത്തിൽ രോഗങ്ങളില്ല, വരുവാനുള്ള നിത്യരാജ്യത്തിൽ പ്രതിസന്ധികളില്ല, വരുവാനുള്ള നിത്യരാജ്യത്തിൽ അപകടങ്ങളില്ല, വരുവാനുള്ള നിത്യരാജ്യത്തിൽ വെല്ലുവിളികളില്ല. അങ്ങനെയാണെങ്കിൽ ആ നിത്യരാജ്യത്തിന്റെ നിഴലായ ദൈവസഭയിൽ ഇന്ന് രാത്രിയിൽ രോഗസൗഖ്യമുണ്ട്, പ്രശ്നപരിഹാരമുണ്ട്, വെല്ലുവിളികളുടെ മേൽ ജയമുണ്ട്, പ്രതിസന്ധികളുടെ മേൽ ജയമുണ്ട്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയാം. ബൈബിൾ തറപ്പിച്ചു പറയുന്ന ഒരു വാചകം: നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. ആര്? ദൈവസഭ. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിച്ചിരിക്കും. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മ ശക്തിയാൽ അധികാരമുള്ള ദൈവജനം ഇന്ന് രാത്രിയിൽ വിശ്വാസത്തോടെ ചില മേഖലകളെ ബന്ധിക്കട്ടെ, ചില മേഖലകളിൽ വിടുതൽ ഏറ്റെടുക്കട്ടെ, ചില സൗഖ്യങ്ങൾ ഏറ്റെടുക്കട്ടെ. അല്പസമയം എല്ലാവരും കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആരും മൗനമായിരിക്കരുത്. ഈ സമാപന നിമിഷം പരിശുദ്ധാത്മാ ശക്തി, കാണാത്ത ഒരു സാന്നിധ്യം നീ കണ്ടില്ലെങ്കിലും ഇല്ലെന്ന് പറയരുത്. നീ ഇരിക്കുന്ന ഇരിപ്പിടത്തിനരികിൽ ചലിക്കുന്ന ദൈവശക്തിയാൽ ഹല്ലേലൂയ. യേശുക്രിസ്തു സഭയെ വീണ്ടെടുത്തതിന് ശേഷമുള്ള വിഷയമാണ് ഞാൻ വായിച്ച വാക്യത്തിലെ കാതലായ ഭാഗം. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: യേശുക്രിസ്തുവും വിശുദ്ധന്മാരും കൂടി 7 വർഷത്തെ മണിയറവാസം. ആ സമയത്ത് ഭൂമിയിൽ മഹോപദ്രവം പൊട്ടിപ്പുറപ്പെടും. ഞാനത് വിശദമാക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്കതിനെക്കുറിച്ചറിയാം. ഈ സമയത്തെ മഹാകഷ്ടം എന്നാണ് ബൈബിൾ പറയുന്നത്. സഹിക്കുവാൻ കഴിയാത്ത പ്രതിസന്ധികൾ മാനവകുലം ഇവിടെ എടുക്കപ്പെടും. എന്നാൽ നമ്മുടെ സന്തോഷം ആ സമയം നമ്മൾ നമ്മുടെ കർത്താവിനോട് കൂടിയായിരിക്കും. ഹല്ലേലൂയ. ഭൂമിയിൽ മഹോപദ്രവം പൊട്ടിപ്പുറപ്പെടുമ്പോൾ യഹൂദ ജാതിയെ അന്തിക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ തകർത്ത് കളയുവാൻ വെമ്പുമ്പോൾ, ഇവിടെയുള്ള ജനം വളരെ കഷ്ടത്തിൽ കൂടി കടന്നു പോകുമ്പോൾ, ഞാനും നിങ്ങളും നമ്മുടെ കർത്താവിനോട് കൂടി സന്തോഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നത്. ഒന്നുകൂടി പറഞ്ഞാൽ അതിന്റെ അന്ത്യത്തിൽ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവും വിശുദ്ധന്മാരും തമ്മിലുള്ള ആ മണിയറവാസത്തിന് ശേഷം ഈ ഭൂമിയിലേക്ക് ഒരു വരവുണ്ട്. ആ വരവിൽ യേശുവും വിശുദ്ധന്മാരും ഭൂമിയിലേക്ക് വരും. ആ വരവിന്റെ ഒന്നാമത്തെ ലക്ഷ്യം നമ്മൾ ഭൂമിയെ ഭരിക്കും. രണ്ടാമത്തെ ലക്ഷ്യം ഇസ്രായേലിന്റെ ശോധനകാലത്തെ ഇല്ലാതാക്കിക്കൊണ്ട് എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും തീപ്പൊയ്കയിൽ എറിഞ്ഞുകളയും. പിശാചിനെ 1000 ആണ്ട് യേശുവും ബന്ധിച്ചതിന് ശേഷം യേശുവും വിശുദ്ധന്മാരും ഈ ഭൂമിയെ ഭരിക്കും. ഹല്ലേലൂയ.
ഭരണത്തെക്കുറിച്ച് നമ്മൾ കേട്ടുവല്ലോ. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് തന്റെ വിശുദ്ധന്മാരുമായി വരും. ആ സമയത്ത് എതിർ ക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ അന്ധകാര ശക്തികൾ ഈ ഭൂമിയെ ഇളക്കി മറിക്കുന്ന ഒരു സമയമാണ്. യഹൂദൻ മഹാകഷ്ടത്തിൽ ആയിരിക്കുന്ന സമയമാണ്. എന്നാൽ യേശുക്രിസ്തുവിന്റെ വിശുദ്ധന്മാരുമായുള്ള ഭൂമിയിലേക്കുള്ള വരവിൽ എതിർ ക്രിസ്തുവിന്റെ വെല്ലുവിളികളിൽ തകർന്നിരിക്കുന്ന ഇസ്രായേലിന്റെ ശോധനാ കാലത്തെ ഇല്ലാതാക്കിക്കൊണ്ട് കള്ളപ്രവാചകനെയും എതിർ ക്രിസ്തുവിനെയും അവൻ തീപ്പൊയ്കയിൽ എറിഞ്ഞു കളഞ്ഞതിന് ശേഷം പിശാചിനെ 1000 ആണ്ട് സ്വർഗം ബന്ധിച്ചു കളയും. അതിനുശേഷം ഈ ഭൂമിയിൽ നടക്കുന്ന ഭരണമാണ് യേശുവും വിശുദ്ധന്മാരും ചേർന്നുള്ള ഭരണം. സന്തോഷത്തോടെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ആരാ? ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്നവർ. നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന കിരീടങ്ങളുടെ നിരയെ കുറിച്ച് വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ക്രിസ്തുവിനോട് കൂടി വാഴുന്ന സഭയ്ക്ക് വേണ്ടി കിരീടങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. കിരീടം എന്തിനെ കാണിക്കുന്നു? അത് അധികാരത്തെ കാണിക്കുന്നു. ഒന്നുകൂടി പറഞ്ഞാൽ, കിരീടം ധരിക്കുവാൻ യോഗ്യനായവന് മാത്രമേ പുനരുത്ഥാനം ഉണ്ടായിരിക്കുകയുള്ളൂ. ഒന്നുകൂടി പറയാം, കിരീടം ധരിക്കുവാൻ യോഗ്യതയുള്ളവർക്ക് മാത്രമേ അവന്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് അവരെ ഭാഗ്യവാൻ എന്ന് ബൈബിളിൽ വിളിച്ചിരിക്കുന്നത്. നമ്മുടെ ഭാഷയിൽ ലോട്ടറി അടിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് വിളിക്കും. നല്ല വീട് വെക്കുന്നവനെ നമ്മൾ ഭാഗ്യവാൻ എന്ന് വിളിക്കും. ഇവിടെ എന്തെങ്കിലും നേടുന്നവനെ നമ്മൾ ഭാഗ്യവാൻ എന്ന് വിളിക്കും. എന്നാൽ വിശുദ്ധ വേദപുസ്തകം ആരൊക്കെ ഉറപ്പിച്ചു പറയുന്നു? ഒന്നാം പുനരുത്ഥാനത്തിൽ ഭാഗമാകുന്നവൻ മാത്രമാണ് ഭാഗ്യവാൻ. അവന്റെ വരവിങ്കൽ എടുക്കപ്പെടുന്നത് പോലെ ഭാഗ്യമേറിയ മറ്റൊരു വസ്തുതയില്ലെന്ന് ഈ പുസ്തകം ഉറപ്പിച്ചു പറയുന്നുവെങ്കിൽ, കിരീടങ്ങളുടെ നിരയെ കുറിച്ച് ഒത്തിരി പറയുവാനുണ്ടെങ്കിലും ഞാൻ ചുരുക്കമായി പറയാം. വാടാത്ത കിരീടമുണ്ട്, നീതിയുടെ കിരീടമുണ്ട്, ജീവകിരീടമുണ്ട്, തേജസ്സിന്റെ വാടാത്ത കിരീടമുണ്ട്, പ്രശംസാ കിരീടമുണ്ട്. ഇങ്ങനെ 5 വിധ കിരീടങ്ങൾ ദൈവസഭയ്ക്ക് വേണ്ടി ഒരുക്കി നമ്മുടെ കർത്താവ് നമ്മളെ ചേർപ്പാൻ കാത്തിരിക്കുകയാണ്. എന്നാൽ ഇതിനകത്തെ ഏറ്റവും സുപ്രധാനമായ കിരീടം ഏതെന്ന് ചോദിച്ചാൽ ഒരൊറ്റ കിരീടമാ. അത് നീതിയുടെ കിരീടം. എന്താ നീതിയുടെ കിരീടം അർത്ഥമാക്കുന്നത്? ദൈവദാസനെ, നീ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല. നീ പ്രസംഗിച്ചത് വെറുതെ ആയില്ല. സഹോദരി, നീ ഉപവസിച്ചത് വെറുതെ ആയില്ല. കരഞ്ഞത് വെറുതെ ആയില്ല. വിശ്വാസത്തിന് വേണ്ടി വില കൊടുത്തത് വെറുതെ ആയില്ല. പീഡനം സഹിച്ചത് വെറുതെ ആയില്ല. ഇന്ന് രാത്രിയിൽ സഹിക്കുന്നവർക്ക് വേണ്ടി അവൻ കരുതി വച്ചിരിക്കുന്ന കിരീടം, അതാണ് നീതിയുടെ കിരീടം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ബലഹീനതയോടെ ഇരിക്കുന്നവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുക. അവനൊരു കിരീടം കരുതി വെച്ചിട്ടുണ്ട്. നിന്റെ വേദനകളിൽ അവൻ തിരിച്ചറിഞ്ഞിട്ട് മാനിച്ച് നിർത്തുന്ന ഒരു സുദിനമുണ്ട്. ആ സുദിനത്തിൽ വിശുദ്ധന്മാരെ സാക്ഷി നിർത്തി കിരീടങ്ങൾ നമ്മുടെ തലയിൽ അണിയുമ്പോൾ എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രാജാക്കന്മാരുടെ തലയ്ക്ക് ഫിറ്റാകുന്ന വിധത്തിലാണ് കിരീടങ്ങൾ ഉണ്ടാക്കുന്നത്. ഒരു ക്രൗൺ പ്രിൻസിനെ അവരോധിക്കുമ്പോൾ നേരത്തെ അളവെടുക്കും. അവന്റെ തലയ്ക്ക് ചേരുന്ന കിരീടം ഏതാ എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചാണ് ഉണ്ടാക്കുന്നത്. അല്ലാതെ മാർക്കറ്റിൽ കിട്ടുന്ന ഒരു കിരീടം മേടിച്ചുകൊണ്ട് വന്ന് അതങ്ങ് വെച്ചേക്കെന്ന് പറയുന്ന ഒരു രീതിയല്ല. പ്രത്യേക കിരീടം അവിടെ നിർമ്മിക്കും. എന്നാൽ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന കിരീടത്തിനൊരു പ്രത്യേകതയുണ്ട്. അവിടെ നമ്മുടെ തലയുടെ അളവല്ല വിഷയം. അളവൊറ്റ അളവാ. അത് വെക്കത്തക്കവണ്ണം നമ്മൾ ഫിറ്റായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അവിടെ അളവെടുത്തിട്ട് പുതിയ കിരീടത്തിന് ഓർഡർ ചെയ്യത്തില്ല. അത് വെക്കത്തക്കവണ്ണം നമ്മൾ ഫിറ്റായിരിക്കണം. അതാണ് നമ്മുടെ ഒരുക്കം. എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. നീതിയുടെ കിരീടങ്ങൾ, വാടാത്ത കിരീടങ്ങൾ സ്വർഗപ്രതീക്ഷയിൽ നമുക്ക് വേണ്ടി അവൻ കരുതി വെച്ചിരിക്കുമ്പോൾ, നമ്മുടെ നിലയിൽ വെക്കാൻ വെച്ചിരിക്കുന്ന കിരീടത്തിനനുസരിച്ച് നമ്മൾ ഫിറ്റ് അല്ലെങ്കിൽ പുനരുത്ഥാനം നമ്മളിൽ സംഭവിക്കത്തില്ലവേ ഇല്ല. ഈ വെല്ലുവിളി ഇന്ന് രാത്രിയിൽ നമ്മളിൽ എത്ര പേർ ഏറ്റെടുക്കും? ശബ്ദമുയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കേട്ട ദൂതുകൾ നമ്മളെ ഒന്ന് ഒരുക്കിയെടുക്കട്ടെ, നമ്മളെ ഒന്ന് ഫിറ്റ് ആക്കട്ടെ, നമ്മളെ ഒന്ന് യോഗ്യരാക്കട്ടെ, നമ്മളെ ഏറ്റവും യോഗ്യമേറിയ വിധത്തിൽ അവനൊന്നാക്കി തീർക്കട്ടെ. കിരീടം അധികം വരുമോ? എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന കിരീടത്തിന് ഞാൻ അവിടെ ചെന്ന് തല കൊടുത്തില്ലെങ്കിൽ
അധികം വരുമോ എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, വെളിപ്പാട് പുസ്തകത്തിൽ മറ്റൊരു വാക്യമുണ്ട്, നിന്റെ കിരീടം എടുത്ത് ഞാൻ വേറൊരാൾക്ക് കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. കിരീടം അവിടെ അധികം വരത്തില്ല. വിശുദ്ധന്മാർ ക്യൂ നിൽക്കി ആ സന്നിധിയിൽ ചെല്ലുവാൻ വില കൊടുത്തവർ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിയതിൻ്റെ പേരിൽ വീട്ടിലെ പട്ടിക്ക് ആഹാരം കൊടുക്കുന്ന പാത്രത്തിൽ ആഹാരം കഴിച്ചവരെ എനിക്കറിയാം. വീടിനകത്തെ പാത്രങ്ങൾ നിഷേധിക്കപ്പെട്ടവരെ എനിക്കറിയാം. ആഹാരത്തിൻ്റെ സമയമെടുക്കുമ്പോൾ നായ്ക്ക് കൊടുക്കുന്ന പാത്രത്തിൽ വിളമ്പി വെച്ചിട്ട് വേണമെങ്കിൽ തിന്നോ എന്ന് പറഞ്ഞ് ജീവിച്ചവരെ എനിക്കറിയാം. വില കൊടുത്തവരെ എനിക്കറിയാം. ഇന്ന് രാത്രി ഞാനിവിടെ നിൽക്കുമ്പോൾ, നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ, വിശ്വാസത്തിന് വേണ്ടി വില കൊടുത്ത ഒരു സമൂഹമുണ്ട്. അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് പൗലോസ് പറഞ്ഞു, നല്ലപോർ പൊരുതി ഒട്ടം തികച്ച് വിശ്വാസം കാത്തവർക്ക് വേണ്ടി ഒരു നീതിയുടെ കിരീടം അവൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അന്ന് നിന്റെ ലജ്ജയെ അവൻ മാനമാക്കുന്ന ദൈവമാ. നിന്റെ പരിഹാസത്തെ അവൻ ആദരിക്കുന്ന ദൈവമാ. നിന്റെ കുത്തുവാക്ക്, നീ കേട്ട കുത്തുവാക്കുകളെ അവൻ പ്രശംസയാക്കി തീർക്കുന്ന ദൈവമാ. താമസമിന യേശു വരാൻ പോകുക. മധ്യപൂർവ്വ ഏഷ്യ പുകയാൻ തുടങ്ങിക്കഴിഞ്ഞു. യേശുക്രിസ്തുവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ ഭൂമിയിൽ പ്രത്യക്ഷ അടയാളമായി വരാൻ പോകുക. കാഹളം ധ്വനിക്കുമ്പോൾ, ദൂത സൈന്യം അണിനിരക്കുമ്പോൾ, കല്ലറകൾ തുറക്കപ്പെടുമ്പോൾ, മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ, ഇന്ന് രാത്രി യേശു വന്നാൽ ഒരു പുനരുത്ഥാനം ഇവിടെ നടക്കണമെങ്കിൽ നമ്മൾ ഫിറ്റാകണം. കിരീടം തലയിൽ വെക്കാൻ ഫിറ്റായിരിക്കണം, അല്ലെങ്കിൽ പുനരുത്ഥാനം സംഭവിക്കത്തില്ല. ഇന്ന് രാത്രിയിൽ ശക്തമേറിയ ഒരു മടങ്ങി വരവിലേക്ക് നമ്മൾ തിരിയുന്ന സമയമായി തീരട്ടെ. ഹല്ലേലൂയ. ഉത്തമഗീതത്തിന്റെ കൺസെപ്റ്റ് മണിയറവാസം. പണ്ടൊക്കെ നമ്മുടെ പിതാക്കന്മാർ അങ്ങനെയാ പ്രസംഗിക്കുന്നത്. 7 വർഷത്തെ മണിയറവാസത്തിന് ശേഷം യേശുവും വിശുദ്ധന്മാരും ഭൂമിയിലേക്ക് മടങ്ങി വരും. ആ വരവിനെ കുറിച്ച് വാഴാൻ വേണ്ടിയുള്ള വരവാ. ആ വരവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് 1000 നാവാ. പ്രിയമുള്ളവരെ, മുൾക്കിരീടം തലയിൽ വെച്ചവൻ പൊൻകിരീടധാരിയായി വെളിപ്പെടുന്ന ഒരു സുദിനമുണ്ട്. എല്ലാവരും സ്തോത്രം ചെയ്യാട്ടെ. കൈകൾ അണിയടിച്ചവൻ പൊൻചെങ്കോൽ കയ്യിൽ പിടിച്ചു വരുന്ന ഒരു സുദിനമുണ്ട്. ഓ, തങ്ക കിരീടധാരിയായി പൊൻചെങ്കോൽ കയ്യിൽ പിടിച്ച് ഒലിവുമലയിൽ യേശുവും വിശുദ്ധന്മാരും കാലുകുത്തുമ്പോൾ, ഒലിവുമല വഴിമാറി കൊടുക്കുമ്പോൾ, ഇന്ന് രാത്രി ഞാൻ ഉറപ്പിച്ചു പറയുവാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ആ വരവിനെ തടയുവാൻ ഇവിടെ ഒരു റോമൻ സാമ്രാജ്യം ഉണ്ടായിരിക്കത്തില്ല. ആ വരവിനെ തടയുവാൻ ഇവിടെ ഒരു മേദ്യ പെർഷ്യ സാമ്രാജ്യം ഉണ്ടായിരിക്കത്തില്ല. ആ വരവിനെ തടയുവാൻ ഇവിടെ ഒരു ബാബിലോണിയ സാമ്രാജ്യം ഉണ്ടായിരിക്കത്തില്ല. ആർക്കും തടുക്കുവാൻ കഴിയാത്ത ശക്തിയായി നമ്മൾ നമ്മുടെ കർത്താവിനോടുകൂടി വെളിപ്പെടുന്ന സുദിനം സമാഗതമായി. ഇതിനെ ഈ 1000 ആണ്ട് വാഴ്ചയിലെ സംഭവത്തെ ഒരു ചെറിയ ഉപമയിൽ കൂടി ഞാൻ വളരെ പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ ഒന്ന് അവതരിപ്പിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, വളരെ കുലീനനായ ഒരു മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ചു വരണം എന്ന് വിചാരിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി. ദൂരെ യാത്രയായതുകൊണ്ട് തൻ്റെ 10 ദാസന്മാർ, ആരാ? നമ്മൾ. തൻ്റെ 10 ദാസന്മാരെ വിളിച്ചിട്ട് തൻ്റെ റാത്തലിൽ നിന്ന് 10 റാത്തൽ വെള്ളി അവർക്ക് കൊടുത്തു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഞാൻ വരുവോളം നിങ്ങളിത് വ്യാപാരം ചെയ്യണം. നമ്മളോടുള്ള ദൂത, സുവിശേഷീകരണത്തിൽ നമ്മളോടുള്ള ദൂത, ഞാൻ വരുവോളം നിങ്ങളിത് വ്യാപാരം ചെയ്യണം. എന്നിട്ട് അവൻ പോകുമ്പോൾ അവൻ്റെ സ്വന്തം പൗരന്മാർ, ആര്? ഇസ്രായേൽ സ്വന്തം പൗരന്മാർ പറഞ്ഞു, ഞങ്ങൾക്ക് നിന്നെ ആവശ്യമില്ല, നിന്നെ രാജാവായി ഞങ്ങൾക്ക് വേണ്ട. അത് കേട്ടിട്ടും അന്ന് അവൻ പ്രതികരിച്ചില്ല. ഇവൻ പോയി രാജാവായി മടങ്ങി വന്നപ്പോൾ തൻ്റെ ദ്രവ്യം 10 റാത്തൽ വെള്ളി കൊടുത്തവരെ എന്തായി എന്നറിയുവാൻ വേണ്ടി കാണാൻ ഒരു താല്പര്യം ഈ വന്ന രാജാവ് പ്രകടിപ്പിച്ചു. അപ്പോൾ വിളിപ്പിച്ചു. ഒന്നാമത്തേന് അടുത്ത് വന്ന് പറഞ്ഞു, കർത്താവേ, നീ തന്ന 10 റാത്തൽ കൊണ്ട് ഞാൻ 10 റാത്തലാക്കി അതിനെ മാറ്റി. നീ എനിക്ക് തന്നതിനെ ഞാൻ 10 റാത്തലാക്കി അത് മാറ്റി. യേശു അവനോട് പറഞ്ഞ എന്താണെന്നറിയാമോ? നല്ല ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനാകൊണ്ട് 10 പട്ടണത്തിന് അധികാരമുള്ളവനായിരിക്കാം. 1000 ആണ്ട് വാഴ്ചയുടെ ഒരു പ്രധാന വിഷയമാ, നീ 10 പട്ടണത്തിന് അധികാരമുള്ളവനായിരിക്കാം. രണ്ടാമത്തവൻ വന്നു, കർത്താവേ, നീ തന്ന റാത്തൽ കൊണ്ട് ഞാൻ 5 റാത്തൽ സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്താ യേശുവിന്റെ മറുപടി? നീ 5 പട്ടണത്തിന് അധികാരിയായിരിക്കാം.
പോയ പോക്കൊന്ന് നോക്കണമേ. ഒരു സാധാരണ വിശ്വാസിയായിരിക്കാം, വലിയ പ്രസംഗ പാഠമൊന്നും ഇല്ലായിരിക്കും, സ്റ്റേജുകൾ ഇളക്കി മറിച്ച ഒരു അനുഭവം നിന്റെ ജീവിതത്തിൽ ഇല്ലായിരിക്കും, ഒത്തിരി ഒത്തിരി നേടിയ അനുഭവമൊന്നും നിനക്ക് പറയുവാനില്ലായിരിക്കും. എന്നാൽ നിന്റെ ഉള്ളിൽ ഒരു വിശ്വസ്തത ഉണ്ടെങ്കിൽ, സ്വർഗരാജ്യത്തെ കുറിച്ചൊരു വാഞ്ച ഉണ്ടെങ്കിൽ, കിരീടം തലയിൽ വെക്കാൻ നീ ഫിറ്റ് ആണെങ്കിൽ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നോട് ദൂത് പറയുക, പട്ടണത്തിന്റെ അധികാരികളാ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നത്. ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. പട്ടണങ്ങളുടെ അധികാരികളാ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നത്. 12 ശിഷ്യന്മാർക്കും 12 ഗോത്രങ്ങൾ ന്യായം വിധിക്കുവാൻ വേർതിരിച്ചു കൊടുത്തുവെങ്കിൽ, ഇന്ന് രാത്രി കാണാതെ വിശ്വസിച്ച നമുക്ക് എത്രയധികം പ്രതിഫലങ്ങൾ ഒരുക്കി തന്ന് അധികാരികളാക്കി മാറ്റുവാൻ കഴിവുള്ളവരാ നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ കർത്താവ്. അതുകൊണ്ട് ദൈവസഭയെ, ഇതൊരു സാധാരണ സമ്മേളനമല്ല. ഞാനും നിങ്ങളും പ്രാപിക്കുവാനുള്ള അധികാരത്തെ ഒന്നുകൂടി അയവിറക്കുന്ന രാത്രിയായി തീരട്ടെ. എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. അധികാരം ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിനാൽ വെളിപ്പെടുക. രാജ്യത്വം പ്രാപിച്ച് അവൻ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ അവന്റെ ഇടത്തും വലത്തും ഇരുന്ന് രാജഭരണം നടത്തുവാൻ കഴിവുള്ള ഭക്തകൾ ഇന്ന് രാത്രിയിൽ ചേർന്ന് കർത്താവിനെ ശബ്ദമുയർത്തി സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയുന്നു, പുനരുത്ഥാനത്തിൽ പങ്ക് ലഭിച്ചവൻ ഭാഗ്യവാൻ എന്ന് പറയാനുള്ള ഏക കാരണം അവൻ നാളെ ഈ ഭൂമിയെ ഭരിക്കുന്നവനായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നുകൂടി പറഞ്ഞാൽ, കിരീടങ്ങൾ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് ഈ ഭൂമിയിലെ നമ്മുടെ പദവി അനുസരിച്ചല്ല. ഇവിടുത്തെ അസിസ്റ്റന്റ് ഓവർസിയർ ആയതുകൊണ്ട് അവിടുത്തെ തിളങ്ങുന്ന കിരീടം ഇരിക്കട്ടെ എന്ന് സ്വർഗം പറയത്തില്ല. ഇവിടെ നമ്മൾ ആരെങ്കിലും ആയതുകൊണ്ട് ഇന്ന് നിനക്കൊരു കിരീടം ഇരിക്കട്ടെ എന്നവിടെ പറയത്തില്ല. അവിടെ നമ്മൾ എന്താണെന്നുള്ളത് വിഷയമല്ല. എന്നാൽ ഇന്ന് രാത്രിയിൽ സ്വർഗം ആഗ്രഹിക്കുന്ന ചിലത് നമ്മളിലുണ്ടോ? കിരീടം വെക്കുവാൻ നമ്മുടെ തല ഫിറ്റാണോ? ഇന്ന് രാത്രിയിൽ അവൻ നമുക്ക് വേണ്ടി ഒരു ഭരണ പ്രദേശം ഒരുക്കുന്ന ദൈവമാണ്. അതാ നമ്മൾ ബൈബിളിൽ വായിക്കുന്നത്, യേശുവും വിശുദ്ധന്മാരും ഭൂമിയെ ഭരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തെ വരവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ രണ്ടാമത് വരുന്ന ഭൂമിയിൽ കാലുകുത്തുന്ന ആ വരവിന്റെ രണ്ടാമത്തെ ലക്ഷ്യം എന്തെന്നറിയാമോ? യഹൂദൻ ഒരു വീണ്ടെടുപ്പ് കൊടുക്കുക. തകർത്തിട്ടിരിക്കുക അവനെ. മഹോദര കാലത്ത് അവൻ തകർന്ന് തരിപ്പണമായി. അവനൊരു മടങ്ങി വരവ് കൊടുക്കണം. എന്തായിരുന്നു യഹൂദന്റെ ഭൂപ്രദേശം? നിങ്ങൾക്കെല്ലാവർക്കും അതറിയാം. യഹൂദന്റെ ഭൂപ്രദേശം എവിടെ തുടങ്ങും? ആഫ്രിക്കയിൽ നൈലിൽ തുടങ്ങും. നൈൽ മുതൽ ഇറാഖിലെ യൂഫ്രട്ടീസ് വരെയാണ് ഈ യഹൂദന്റെ ദേശം. ഇന്ന് വരെ അവർക്കത് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർക്കുള്ള ഭൂപ്രദേശം കേരളത്തിൻ്റെ അത്രയും പോലും ഇല്ലാത്ത ചെറിയൊരു ഭൂപ്രദേശം. എന്നാൽ 2400 കിലോമീറ്റർ ഏകദേശം ദൈർഘ്യമുള്ള മിസ്രൈമിലെ നൈൽ മുതൽ ഇറാഖിലെ യൂഫ്രട്ടീസ് വരെ അവർക്ക് വാഗ്ദത്തം കൊടുത്ത ഭൂമിയാണ്. എന്നാൽ ഇന്ന് വരെ അവർക്കത് കൈവശമാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ യേശുവും വിശുദ്ധന്മാരും ഭൂമിയെ അടക്കി വാഴുമ്പോൾ യഹൂദനോട് ചെയ്ത വാഗ്ദത്തം സ്വർഗം നിറവേറും. കൈവശമാക്കാൻ കഴിയാതെ പോയ ദേശം സ്വർഗം അവന് കൈവശമാക്കി കൊടുക്കും. ഒന്ന്, അവിടെ പ്രധാന സംഭവം യഹൂദന്റെ യഥാസ്ഥാപനം, നമ്മുടെ വാഴ്ച. ചേർന്ന് കർത്താവിനെ എല്ലാവരും ചേർന്നൊന്ന് സ്തുതിച്ചാട്ടെ. ഒന്നുകൂടി പറഞ്ഞാൽ, 1000 ആണ്ട് വാഴ്ചയിൽ മാത്രമേ യഹൂദന്റെ വാഗ്ദത്ത ഭൂമി സ്വന്തമാകുകയുള്ളൂ. മിഡിൽ ഈസ്റ്റിൽ പുക ഉയരുമ്പോൾ ഓർത്തോണേ, അവന്റെ വരവ് വാതുക്കലെത്തിയിരിക്കുക. ഒരു മാസ്റ്റർ പ്ലാൻ അവൻ തയ്യാറാക്കി വെച്ചിരിക്കുക. അത് റിവീൽ ചെയ്യുവാനുള്ള സമയം ഏറ്റവും സമാഗതമായിരിക്കുക. അവന്റെ പദ്ധതിയിൽപ്പെട്ട സ്ഥലങ്ങളിൽ അടക്കി വാഴേണ്ടുന്ന ഒരു വിശുദ്ധ സമൂഹം ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് സ്തോത്രം പറയുമ്പോൾ ഞാൻ ഒന്നുകൂടി പറയട്ടെ, ആവേശം ഇത്രയും പോരാ. സിംഹാസനസ്ഥരായി കിരീടധാരികളായി അവനോടൊപ്പം വാഴുന്ന ദൈവസഭ ഇന്ന് രാത്രിയിൽ മൗനമായിരിക്കാതെ ഉള്ളം തുറന്ന് ശബ്ദമുയർത്തി ചേർന്ന് കർത്താവിനെ അതരങ്ങൾ തുറന്നത് സ്തുതിച്ചാട്ടെ. 1000 വർഷത്തെ ഭരണത്തിന് ശേഷം സ്വർഗം സത്താനെ അഴിച്ചുവിടും. പിശാചിന്റെ ഉഗ്രകോപത്തിൽ അവൻ 4 ദിക്കുകളെ, കടൽപ്പുറത്തെ മണൽ പോലെ ജാതികളെ ഇളക്കിക്കൊണ്ടുവന്ന് വിശുദ്ധന്മാരുടെ പാളയത്തിന് നേരെയും അല്ല യെരുശലേമിന് നേരെയും അവൻ സംഘടിക്കും. വീണ്ടും വിശുദ്ധന്മാരുടെ പാളയത്തിന് നേരെയും യെരുശലേമിന് നേരെയും അവൻ സംഘടിക്കുന്നത് കാണുമ്പോൾ വേദപുസ്തകം ഉറപ്പിച്ചു പറയുന്നു, ആകാശത്തുനിന്ന് തീ ഇറങ്ങും, ഭൂമിയും അതിലെ സകല പണികളും വെന്തുപോകും. പത്രോസ് കണ്ട ദർശനം എന്താ? ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു മാറും, മൂലപദാർത്ഥങ്ങൾ കത്തിയമരും, പിശാച്
പിശാചിനെയും അവനോട് ബന്ധപ്പെട്ട സകലതിനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അവിടെ അർമഗദോൻ യുദ്ധത്തിന്റെ രണ്ടാം ഘട്ടം അവസാനിക്കും. ചേർന്നൊന്ന് സ്തോത്രം ചെയ്യുക. ശബ്ദമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. 1000 ആണ്ട് വാഴ്ചയുടെ അവസാനം ഇവിടെയുള്ള സകല ശക്തികളെ അവൻ തീക്കിരയാക്കിയിട്ട് പുതിയ ആകാശം, പുതിയ ഭൂമി, വീണ്ടെടുക്കപ്പെട്ട ഭൂമി അവൻ അവതരിപ്പിക്കും. എല്ലാവരും ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഇന്ന് നമ്മൾ ഭരിക്കപ്പെടുന്നവരാണെങ്കിൽ അന്ന് ക്രിസ്തുവിനോടുകൂടി നമ്മൾ ഭരിക്കുന്നവരായി തീരും. ഇന്ന് നമ്മൾ പരിഹസിക്കപ്പെടുന്നവരാണെങ്കിൽ അന്ന് നമ്മൾ ന്യായം വിധിക്കുന്നവരായി തീരും. വരുവാനുള്ള ഭാവ്യ പ്രത്യാശയോർത്ത് അധരങ്ങൾ തുറന്ന് കർത്താവിനെ ഒന്ന് സ്തുതിക്കാമല്ലോ. യുഗപരമായ സിസ്റ്റത്തിന് സ്വർഗം അവിടെ അറുതി കുറിക്കും. ഇന്ന് നമ്മൾ കൃപായുഗം, നമുക്കെല്ലാവർക്കും അറിയാം. യുഗപരമായ സിസ്റ്റത്തിന് സ്വർഗം അവിടെ അറുതി കുറിക്കും. മനുഷ്യനെ തേജസ്സിൽ ദൈവമാക്കി തീർക്കും. സൃഷ്ടിപ്പിന്റെ അനുഭവത്തിലേക്ക് മനുഷ്യനെ ദൈവം മടക്കി കൊണ്ടുപോകും. ഒന്നുകൂടി പറഞ്ഞാൽ ആ നിത്യയുഗം പുതുവാന ഭൂമിയിൽ നമ്മൾ ദൈവത്തോടു കൂടി മകത്ത ശരീരത്തിൽ ഈ ഭൂമിയിൽ വാഴും. അവിടെയാണ് കർത്താവ് പറഞ്ഞൊരു വാചകം, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇത് ഉദ്ദേശിച്ചാ പറഞ്ഞത്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഒന്നുകൂടി പറഞ്ഞാൽ നമ്മുടെ പൗരത്വം സ്വർഗീയ പൗരത്വമാകുമ്പോൾ തന്നെ എനിക്കും നിങ്ങൾക്കും വേണ്ടി വാഴാൻ ഒരു പുതിയ യെരൂശലേം ഇവിടെ ഇറങ്ങി വരും. ഒരു നവ യെരൂശലേം ഇവിടെ സൃഷ്ടിക്കപ്പെടും. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സിറ്റി ദുബൈയിൽ പണിയുന്ന ഒരു സിറ്റി, സൗദി അറേബ്യയിൽ പണിയുന്ന ഒരു സിറ്റിയാണ്. സൗദി അറേബ്യയിൽ നിയോ മേഖലയിൽ പണിയുന്ന സ്മാർട്ട് സിറ്റി, ദ ലൈൻ എന്നാണ് അതിൻ്റെ പേര്. ആ സിറ്റിയിൽ പണിയുന്ന ഒരു കെട്ടിടത്തിന് 170 കിലോമീറ്റർ നീളം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ആ കെട്ടിടം തുടങ്ങിയാൽ തൃശ്ശൂർ കഴിയുമ്പോഴാണ് അതിൻ്റെ എൻഡ്. ഇവിടെ നിന്ന് ആ കെട്ടിടം തുടങ്ങിയാൽ പാറശാല കഴിഞ്ഞ് 10 കിലോമീറ്ററിലൂടെ പോകണം അതിൻ്റെ അവസാനമായി തീരാൻ. സൗദി ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ വലിപ്പമുള്ളൊരു കെട്ടിടം പണിയുക. 2030 അതിൻ്റെ ആദ്യത്തെ ഫേസ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതാണ് ആ കെട്ടിടം. അത്രയും വലിയൊരു കെട്ടിടം ഭൂമണ്ഡലത്തിൽ ഇതുവരെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. ഏറ്റവും ഉയരമുള്ള കെട്ടിടം റെക്കോർഡ് ബ്രേക്ക് ചെയ്തത് ദുബായിലെ ബുർജ് ഖലീഫ, നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ അതിൻ്റെ നീളം 1 കിലോമീറ്റർ താഴെ മാത്രമേ ഉള്ളൂ. അതിൻ്റെ നീളം നമ്മൾ അളക്കുകയാണെങ്കിൽ 1 കിലോമീറ്റർ താഴെ മാത്രം. എന്നാൽ പുതിയ യെരൂശലേമിൻ്റെ വലിപ്പത്തെക്കുറിച്ച് വേദപുസ്തകം പറയുന്ന ഒരു സത്യം എന്താണെന്നറിയാമോ? 2400 കിലോമീറ്റർ വീതി, 2400 കിലോമീറ്റർ നീളം, 2400 കിലോമീറ്റർ ഉയരമുള്ള ഒരു പുതിയ യെരൂശലേം സ്വർഗം നമുക്ക് വേണ്ടി ഇവിടെ സ്ഥാപിക്കുവാൻ പോകുക. ബുർജ് ഖലീഫ അതിൻ്റെ അരികിൽ വരികയില്ല. ഒരു ഇന്റർനാഷണൽ ഫ്ലൈറ്റ് പറക്കുന്ന പൊക്കം 40,000 അടി ഉയരം, അല്ലെങ്കിൽ 36,000 അടി ഉയരം. അതിൻ്റെ ഭൂമിയിൽ നിന്ന് അളന്നാൽ 13 കിലോമീറ്റർ മാത്രം. 13 കിലോമീറ്റർ മുകളിൽ ആണ് ഒരു ഇന്റർനാഷണൽ ഫ്ലൈറ്റ് പറക്കുന്ന പൊക്കം. അതിനപ്പുറം അത് പോകാറില്ല. അത്രയേ ഉള്ളൂ. എന്നാൽ 2400 കിലോമീറ്റർ ഉയരമുള്ള ഒരു മഹാനഗരത്തെ സ്വപ്നം കാണുമ്പോൾ ഇന്ന് രാത്രി എങ്ങനെ സ്തോത്രം പറയാതിരിക്കുവാൻ കഴിയും? ആകാശവും ഭൂമിയും സൗരയൂഥവും ഉണ്ടാകട്ടെ എന്നൊരു വാക്കിനെ സൃഷ്ടിച്ചവൻ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് വേണ്ടി ഒരുക്കുന്ന പുതിയ യെരൂശലേമിന്റെ മഹിമയോർത്താൽ ഇന്ന് രാത്രി എങ്ങനെ മൗനമായിരിക്കുവാൻ കഴിയും? ചേർന്ന് കർത്താവിനെ ശബ്ദമുയർത്തി ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ പ്രത്യാശ വിഷയത്തിൽ ബലഹീനരായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ രാജാക്കന്മാരുടെ അരക്കച്ചകൾ അഴിക്കുവാൻ കഴിവുള്ള ഒരുവൻ ഇന്ന് രാത്രി നമുക്ക് വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. സ്വർഗത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം നമ്മുടെ ജീവിതം ഈ ഭൂമി കൊണ്ട് തീർക്കുക എന്നുള്ളതല്ല. സ്വർഗത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം നമ്മളെ കൊണ്ട് പുതിയ യെരൂശലേമിൽ പാർക്കുക എന്നുള്ളതാണ്. അതാണ് സ്വർഗത്തിന് നമ്മളെ കുറിച്ചുള്ള ഏറ്റവും വലിയ ലക്ഷ്യം. എന്നാൽ അതിന് വിരോധമായി നമുക്ക് നേരെ ചരിക്കുന്ന ഒരു അന്ധകാര ശക്തിയുണ്ട്, ഒരു പൈശാചിക മണ്ഡലമുണ്ട്, വെല്ലുവിളിക്കുന്ന ചില പോരുകളുണ്ട്. എന്നാൽ ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് ഇടപെടുക. മനസ്സിടിഞ്ഞിരിക്കുന്ന ചിലരെ സ്വർഗം ഇവിടെ ധൈര്യപ്പെടുത്തുക. ക്ഷീണിച്ചിരിക്കുന്ന ചിലരോട് കർത്താവ് ഇടപെടുക. തളർന്നിരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് ഇടപെടുക. നീ തളരാനുള്ള സമയമായിട്ടില്ല, നീ ക്ഷീണിക്കാനുള്ള സമയമായിട്ടില്ല, നീ മടുക്കാനുള്ള സമയമായിട്ടില്ല. ഇന്ന് രാത്രിയിൽ നിന്റെ പ്രത്യാശയെ പുതുക്കി ഒരു ഇരട്ടി ബലത്തോടെ ചലിക്കുന്ന രാത്രിയായി തീരട്ടെ. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ബലഹീനരായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വ്യക്തിപരമായി അവരോടൊന്ന് സംസാരിക്കുക. ബാബിലോൺ സാമ്രാജ്യത്തിന്റെ ബാബിലോണിയർ 70 വർഷങ്ങൾക്ക് മുമ്പ് യെരുശലേമിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ ചില സാധന സാമഗ്രികളെ കുറിച്ച് നമുക്ക് ബൈബിളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അത് ദേവാലയത്തിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളായിരുന്നു. ഇതവർ പിടിച്ചുകൊണ്ടുപോയിട്ട് അവിടെ ഒളിപ്പിച്ചു വെച്ചു, ഗുപ്തനിധികളാക്കി അവർ വെച്ചു. ആരും അത് എടുത്തുകൊണ്ട് പോകാതിരിക്കുവാൻ വലിയ മതിലുകൾ അവർ പണിതു. തീർന്നില്ല പ്രിയമുള്ളവരെ, ഇത് വെച്ചിരിക്കുന്ന കോട്ടയ്ക്ക് ചുറ്റുമുള്ള കിടങ്ങിൽ അതിനെ യൂഫ്രട്ടീസ് നദിയുമായി അവർ കണക്ട് ചെയ്തു. 24 മണിക്കൂറും ഈ ബാബിലോണിയ കോട്ടയ്ക്ക് ചുറ്റും വെള്ളം നിറഞ്ഞൊഴുകുക. അതിനകത്താരും പ്രവേശിക്കരുത്. കതകുകളുടെ ബലം നോക്കിയാൽ താമ്ര കതകുകളാണ്. ഗോപുരങ്ങൾ, ധാരാളം ഗോപുരങ്ങൾ ഈ കോട്ടയ്ക്ക് മുകളിലുണ്ട്. ബലം ഭയങ്കരമാണ്. ഭരിക്കുന്നത് സ്വർണ്ണ സാമ്രാജ്യമാണ്. നമുക്കറിയാം ബാബിലോൺ സ്വർണ്ണ സാമ്രാജ്യമാണ് ഭരിക്കുന്നത്. എന്നാൽ ബാബിലോണിന്റെ അഹങ്കാരം, ബാബിലോണിന്റെ അഹന്ത, ദൈവമക്കളോടുള്ള പരിഹാസം, ഇസ്രായേലിനോടുള്ള നിന്ദ, ഇത് കണ്ട മടുത്ത ദൈവം ഒരു പദ്ധതി ആവിഷ്കരിച്ചു. ദൈവം ഒരുവനെ എഴുന്നേൽപ്പിച്ചു. അവന്റെ പേരാ കോരേശ്. ഹല്ലേലൂയ. ബാബിലോണിന്റെ അഹങ്കാരവും അഹന്തയും പരിഹാസവും ഒറ്റപ്പെടുത്തലും ഇസ്രായേലിന്റെ പീഡയും കണ്ട് മനമെടുത്ത ദൈവം കോരേശിനെ എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് കോരേശിനോട് പറഞ്ഞു, നീ ബാബിലോണിന് നേരെ നീങ്ങണം. പക്ഷേ എങ്ങനെ കീഴടക്കും? യൂഫ്രട്ടീസ് കടക്കണം. കിടങ്ങുകളിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. വാതിലുകൾ താമ്ര വാതിലുകളാണ്. പടയാളികൾ കാവൽ നിൽക്കുകയാണ്. എന്നാൽ വേദപുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, യൂഫ്രട്ടീസ് കടക്കുവാൻ കോരേശ് വന്നപ്പോൾ യൂഫ്രട്ടീസിലെ വെള്ളം വറ്റി വരണ്ടു. ബാബിലോണിയ സാമ്രാജ്യത്തിന് ചുറ്റുമുള്ള കിടങ്ങുകളിൽ വെള്ളമില്ലാതെ വന്നു. അന്ന് രാത്രിയിൽ ബാബിലോണിയ സാമ്രാജ്യത്തിന്റെ താമ്ര ഗേറ്റ് പൂട്ടാൻ പടയാളികൾ മറന്നുപോയി. ചേർന്നൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ദൈവം തന്റെ ദാസന്റെ വലങ്കൈ പിടിച്ചപ്പോൾ അടയേണ്ടതിനെ അടച്ചുവെങ്കിൽ, തുറക്കേണ്ടതിനെ തുറത്തുവെങ്കിൽ, അത്ഭുതം പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിച്ചുവെങ്കിൽ, ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന നമുക്കാർക്കും സ്വർഗം അപ്രാപ്യമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗം നമുക്ക് അപ്രാപ്യമല്ല. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയട്ടെ, ആരാധനയിൽ ഒരു കോംപ്രമൈസ് കാണിക്കരുത്, ആത്മീകതയിൽ ഒരു കോംപ്രമൈസ് കാണിക്കരുത്, ഉപദേശത്തിൽ ഒരു കോംപ്രമൈസ് കാണിക്കരുത്. മണവാട്ടി പലതില്ല, ഒരൊറ്റ മണവാട്ടി മാത്രമേ ഉള്ളൂ. അവർ ഭാഗ്യവാൻ. ഇന്ന് രാത്രി ഒരു പുത്തൻ ഊർജം ദൈവജനത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് പകരുക. ക്ഷീണിച്ചത് മതി. നോ കോംപ്രമൈസ്. ആത്മീകത, നമ്മുടെ ഒത്തുതീർപ്പുകൾ ഇന്ന് രാത്രിയിൽ വിട പറയാം. ഞാൻ എൻ്റെ വാക്കുകളുടെ സമാപനത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു. പുതിയ ആകാശം, പുതിയ ഭൂമിയിൽ നിത്യ യുഗം കർത്താവിനോട് കൂടി നമ്മൾ വാഴും. 1900 അതിന്റെ ആരംഭത്തിൽ അമേരിക്കയിലുള്ളൊരു ബാലൻ, 20 വയസ്സുകാരൻ, ഒരു വയർലെസ് സിസ്റ്റം കണ്ടുപിടിച്ചു. വയർലെസ് സിസ്റ്റം. ഈ വയർലെസ് സിസ്റ്റം കണ്ടുപിടിച്ചപ്പോൾ അവൻ്റെ അമ്മയോട് പറഞ്ഞവരെല്ലാം കളിയാക്കിയപ്പോൾ അവസാനം അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാനിങ്ങനെ ഒരു സിസ്റ്റം കണ്ടുപിടിച്ചു, വയറില്ലാതെ സംസാരിക്കാം. അമ്മ എവിടെ നിന്നാലും ഞാനിവിടെ നിന്ന് നമുക്ക് സംസാരിക്കാം. അമ്മ മാത്രം അവനെ തോളെ തട്ടി പ്രോത്സാഹിപ്പിച്ചു. വെരി ഗുഡ്, നല്ല കാര്യം മോനെ. അവന് വലിയ സന്തോഷമായി. അവൻ്റെ പേര് മാർക്കോണി എന്നായിരുന്നു. മാർക്കോണിയെ പിന്നെ നമുക്കറിയാം, റേഡിയോ ഒക്കെ കണ്ടുപിടിച്ചത് മാർക്കോണിയാണ്. ഇനി അതിൻ്റെ വിഷയത്തിലേക്ക് വരാം. 1912 ഏപ്രിൽ മാസം 15-ാം തീയതി അർദ്ധരാത്രിയിൽ ഈ ലോകം കണ്ട ഏറ്റവും വലിയ യാത്രാ കപ്പൽ ടൈറ്റാനിക് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മുങ്ങിയ ക്യാപ്റ്റനുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്. ഇവർ തലങ്ങും വിലങ്ങും ഓടുക, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കപ്പൽ മുങ്ങിയ ഏകദേശം 1500ഓളം പേർ മരിച്ചു കഴിഞ്ഞു. വെള്ളത്തിൽ പോകുക, ലൈഫ് ബോട്ടുകളില്ല. ഈ മരിക്കുന്നത് കണ്ട് ഐസ, വെള്ളം ഭയങ്കര തണുപ്പാ, വീടുന്നവൻ അന്നേരം മരിക്കുക. വയർലെസ് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ, അവൻ നേരെ വയർലെസ് സിസ്റ്റത്തിൻ്റെ റൂമിലേക്ക് ഓടിക്കേറിയിട്ട്
എന്താണെന്നൊന്നും അറിയത്തില്ല. അവനറിയാം സന്ദേശം അയക്കാനുള്ളൊരു സാധനം. ഇതുവരെ ഉപയോഗം വന്നില്ല. കാരണം നീറ്റിൽ ഇറങ്ങിയിട്ട് 2 ദിവസമേ ആയുള്ളൂ. അവൻ ന്യൂ അപ്പോയിൻമെൻറ്റാണ്, ഉപയോഗിച്ചിട്ടില്ല. അവൻ ആ വയർലെസ് സിസ്റ്റം കയ്യിലെടുത്തുകൊണ്ട് ഒരൊറ്റ അലർച്ചയായിരുന്നു, അറ്റ്ലാന്റിക്കിൽ ഞങ്ങൾ മുങ്ങിച്ചാകുന്നു, ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും വന്ന് ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം. അറ്റ്ലാന്റിക്കിൽ ഞങ്ങൾ മുങ്ങിച്ചാകുന്നു, ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം. അറ്റ്ലാന്റിക്കിൽ ഞങ്ങൾ 2000-ലധികം പേർ മരിക്കാൻ പോകുക, ആരെങ്കിലും ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം. 3-ാം പ്രാവശ്യം അവൻ്റെ അലറുന്ന ശബ്ദം മുഴങ്ങിയപ്പോൾ അപ്പുറത്തെ തലക്കിൽ നിന്നൊരു മറുപടി, ഞങ്ങളൊരു ചെറിയ കപ്പല അടുത്തുണ്ട്, ഞങ്ങളങ്ങോട്ട് കുതിച്ചു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളങ്ങോട്ട് കുതിച്ചു കഴിഞ്ഞു. അവൻ സന്തോഷത്തോടെ ഡെക്കിൽ ചാടിയിറങ്ങി പറഞ്ഞു, നമ്മൾ മരിക്കത്തില്ല, നമ്മളെ രക്ഷിക്കുവാൻ ആരോ വരുന്നുണ്ട്, നമ്മളെ രക്ഷിക്കുവാൻ ആരോ വരുന്നുണ്ട്. അപ്പുറത്തേക്ക് ഏകദേശം 1500-ലധികം പേർ മരിച്ചു കഴിഞ്ഞിരുന്നു. ഈ ചെറിയ കപ്പൽ ഓടി വന്ന് ശേഷിച്ച് 500-700ഓളം പേരെ ഈ കപ്പലിൽ വലിച്ചു കയറ്റി. ആ കപ്പലിന് താങ്ങാവുന്നതിലധികം ഭാരമായിരുന്നു, പക്ഷെ പിന്മാറിയില്ല, വലിച്ചു കയറ്റി. അടുത്ത ദൂരം ഇംഗ്ലണ്ടല്ല, എളുപ്പം ന്യൂയോർക്കാണ്. ന്യൂയോർക്കിലേക്ക് ഈ കപ്പൽ കുതിച്ചു പോകുക, മാക്സിമം സ്പീഡ് എടുത്ത് പോകുക. കാരണം പലരും കാഷ്വാലിറ്റീസാ, മുറിവുകളുണ്ട്, തകർന്ന കപ്പലിൽ നിന്ന് രക്ഷിച്ചവരാ. ഈ കപ്പൽ ന്യൂയോർക്ക് തീരത്തെത്തി. എല്ലാവരും കപ്പലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ഈ 700 പേര് പുറത്തിറങ്ങിയപ്പോൾ മുന്നിൽ നിന്നൊരു ചെറുപ്പക്കാരൻ വിളിച്ചു പറഞ്ഞു, അതാ നിൽക്കുന്നു നമ്മുടെ രക്ഷകൻ, അതാ നിൽക്കുന്നു നമ്മുടെ രക്ഷകൻ. എല്ലാവരും അങ്ങോട്ട് നോക്കിയപ്പോൾ തൻ്റെ വയർലെസ് സിസ്റ്റം മുഖാന്തരം രക്ഷപ്പെട്ടു വരുന്നവരെ കാണാൻ സിസ്റ്റം കണ്ടുപിടിച്ച മാർക്കോണി ആ പോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതാ നിൽക്കുന്നു നമ്മുടെ രക്ഷകൻ, അതാ നിൽക്കുന്നു നമ്മുടെ രക്ഷകൻ. മുന്നിൽ നിൽക്കുന്നവൻ അറിയപ്പോൾ എല്ലാവരും വിളിച്ചു പറ, അതെ, അവൻ നമ്മുടെ രക്ഷകൻ, അവൻ നമ്മുടെ രക്ഷകൻ. 700 പേർ ആ മനുഷ്യനെ വളഞ്ഞു. 700 പേർ വളഞ്ഞിട്ട് പറഞ്ഞു, നന്ദി, ഞങ്ങളെ രക്ഷിച്ചതിന് നന്ദി. നീ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടത്തില്ലായിരുന്നു. അറ്റ്ലാന്റിക്കിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ പോലെ ഞങ്ങളും മുങ്ങി മരിച്ചേനെ. ഒരിക്കൽ ഇത് കണ്ടുപിടിച്ചപ്പോൾ നാട്ടുകാരും വീട്ടുകാരും സ്കൂളിലുള്ളവരും പരിഹസിച്ച് മാറ്റി നിർത്തിയപ്പോൾ തോളിൽ തട്ടി അഭിനന്ദിച്ച ഒരേ ഒരാൾ അവൻ്റെ അമ്മ മാത്രം. എന്നാൽ 1912 ഏപ്രിൽ മാസം 15-ാം തീയതി 700 പേരെ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്ന് തൻ്റെ കണ്ടുപിടുത്തം രക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ആവേശത്തോടെ ആ ജനം തൻ്റെ ചുറ്റും തടിച്ചുകൂടിയപ്പോൾ അവൻ്റെ ഉള്ളം സന്തോഷിച്ചുവെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ കാഹളം മുഴങ്ങുമ്പോൾ നമ്മെ സ്വീകരിക്കുവാൻ മധ്യാകാശത്തിൽ വെളിപ്പെടുമ്പോൾ നമ്മുടെ രക്ഷകനെ കാണുവാൻ ആവേശത്തോടെ തല ഉയർത്തി പോകേണ്ടുന്ന ഒരു സമൂഹം ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ ഉറപ്പിച്ചു പറയട്ടെ, കല്ലറകൾക്ക് ഒതുക്കുവാൻ കഴിയുന്ന ഒരു സമൂഹമല്ല ദൈവസഭ. രോഗത്തിന് ഒതുക്കുവാൻ കഴിയുന്ന ഒരു സമൂഹമല്ല ദൈവസഭ. അപകടത്തിന് തൂത്തെറിയുവാൻ കഴിയുന്ന ഒരു സമൂഹമല്ല ദൈവസഭ. പിശാചിനെ തട്ടിയെടുക്കുവാൻ കഴിയുന്ന സമൂഹമല്ല നമ്മുടെ തലമുറകൾ. എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് രാത്രി ബലഹീനതകളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കുന്ന ഒരു സമയമായി തീരട്ടെ. യേശു വരാൻ സമയമായി. ഭരണം ഏറ്റെടുക്കുവാൻ കാലമെടുത്തു. കൂടെ വാഴാൻ സമയമായി. പ്രത്യാശയോടെ ചേർന്ന് ശബ്ദമുയർത്തി കർത്താവിനെ ആദരങ്ങൾ തുറന്നു സ്തുതിച്ചാട്ടെ. ഞാൻ വിശ്വസിക്കുന്നു, വരുവാനുള്ള നിത്യരാജ്യത്തിൽ രോഗമില്ലെങ്കിൽ ഇന്ന് രാത്രി രോഗസൗഖ്യം ഇവിടെ വെളിപ്പെടുന്ന സമയമായി തീരട്ടെ. അവിടെ വെല്ലുവിളി ഇല്ലെങ്കിൽ ചില വെല്ലുവിളികൾ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ഏറ്റെടുക്കട്ടെ. തകർന്നിരിക്കുന്ന ചിലർ ഇന്ന് രാത്രി ബലത്തെ പുതുക്കട്ടെ. അശക്തരായ ചിലർ ഇന്ന് രാത്രി വീര്യത്തോടെ മടങ്ങട്ടെ. കൃപ ചോർന്ന ചിലർ പുതിയ ശക്തി ഏറ്റെടുക്കട്ടെ. എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. ശബ്ദമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഒരു സാധാരണ ജനമല്ല, യേശു വരാറായി. എടുക്കപ്പെടാൻ സമയമായി. അധികാരം നമ്മളിൽ വരാൻ സമയമായി. ഞാൻ എൻ്റെ വാക്കുകളുടെ സമാപനത്തിലേക്ക് വരിക. ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗം ഇന്ന് രാത്രി ചിലരോട് ഇടപെട്ടിരിക്കുക. വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിയതിൻ്റെ പേരിൽ ഒറ്റപ്പെട്ട ചിലരോട്, ഒഴിവാക്കപ്പെട്ട ചിലരോട്. ഇന്നലെ ഇവിടുത്തെ കൺവെൻഷൻ ലൈവിൽ വീക്ഷിച്ചിട്ട് തൃശ്ശൂരിനപ്പുറമുള്ള ഒരു സഹോദരൻ എങ്ങനെയോ എൻ്റെ ഫോൺ നമ്പർ തട്ടിയെടുത്തിട്ട് പറഞ്ഞു, പാസ്റ്ററേ, ഞാൻ ആത്മഹത്യക്ക് വേണ്ടി നീങ്ങിയ എലിവിഷം മേടിച്ചെൻ്റെ വീട്ടിൽ വെച്ചിരിക്കുക. എന്നാൽ അവിടെ നടക്കുന്ന കൺവെൻഷൻ്റെ ഏതോ പ്രസംഗങ്ങൾ
ഞാൻ എങ്ങനെയോ എൻ്റെ ദൃഷ്ടിയിൽ പെടുവാൻ ഇടയായി. ഇപ്പോൾ ഞാൻ ഭയപ്പെടുന്നു ആത്മഹത്യ ചെയ്യുവാൻ. എന്താണ് എനിക്കൊരു വഴി തരാനുള്ളത്? ഞാൻ പറയട്ടെ, യേശു ഇന്ന് രാത്രിയിലും ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. ഞാൻ വിശ്വസിക്കുന്നു ചിലരെ കർത്താവ് തൊടുന്ന രാത്രിയാ. ഒരു അൺസീൻ പ്രസൻസ്. നീ കണ്ടില്ലെങ്കിലും ഇല്ലെന്ന് പറയരുത്. ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മ ശക്തിയുടെ വ്യാപാരം നീ അനുഭവിച്ചില്ലെങ്കിൽ നീ ഇല്ലെന്ന് പറയണ്ട. അവൻ ഇവിടെ വന്നിട്ടുണ്ട്. അവൻ ചിലരെ തൊടുന്ന രാത്രിയാ. മാരക രോഗങ്ങൾ സൗഖ്യമാകുന്ന രാത്രിയാ. സമയമില്ലാത്തതുകൊണ്ട് വാക്കിനെ ഞാൻ ഉപസംഹരിക്കുക. പ്രാർത്ഥന ആഗ്രഹിക്കുന്നവർ ഇരിക്കുന്ന സ്ഥലത്തിരുന്നൊന്ന് കരമുയർത്തി പിടിച്ചാട്ടെ. ഇടവും വലവും നോക്കണ്ട. ആ കരമുയർത്തിയവർ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. സമയം പോയതിനാൽ മുന്നോട്ട് വിളിക്കുന്നില്ല. കരമുയർത്തിയവർ മാത്രം ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ നമ്മുടെ മധ്യത്തിൽ വന്നിരിക്കുക. ഞങ്ങൾക്ക് നിങ്ങളെ തൊടാൻ പരിമിതികളുണ്ട്. എന്നാൽ ഇന്ന് രാത്രി അൺസീൻ പ്രസൻസ്, നീ ഇരിക്കുന്ന കസേരയുടെ അരികിൽ ചരിക്കുന്ന ഒരു ദൈവശക്തി. എല്ലാവരും സ്തോത്രം ചെയ്യാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോകുക. ദൈവദാസന്മാർ ഈ ജനത്തിന് നേരെ ഒന്ന് കരം നീട്ടിയാട്ടെ. 50 സെക്കൻഡുകൾ കൂടി മാത്രം ദൈവദാസന്മാർ നീട്ടിയാട്ടെ. ഹല്ലേലൂയ. ചർച്ച് ഓഫ് ഗോഡിന്റെ 2026 103-ാം കൺവെൻഷന്റെ സമാപന രാത്രിയിൽ സ്വർഗരാജ്യത്തെ കുറിച്ച് ആവേശത്തോടെ കേൾക്കുവാൻ കടന്നു വന്ന ഈ ജനവുമായി അങ്ങയുടെ ദാസന്മാരായി ഞങ്ങൾ ഐക്യമത്യപ്പെട്ട് തിരുപ്പാദപീഠത്തിങ്കൽ കടന്നു വരുന്ന കർത്താവേ, അങ്ങയുടെ ജനത്തെ അങ്ങ് സ്പർശിക്കണമേ. ഇന്ന് രാത്രി ചില വേദനകൾ മാറട്ടെ, ചില പ്രതിസന്ധികൾ വഴിമാറട്ടെ, ചില ദുഃഖങ്ങൾ വഴിമാറട്ടെ, ചില ശൂന്യതകൾ നിറവായി തീരട്ടെ, ചില താഴ്ചകൾ ഉയർച്ചയായി തീരട്ടെ, കൈവിടപ്പെട്ട ചില തലമുറകൾ മടങ്ങി വരട്ടെ, ശുശ്രൂഷയിൽ ഒരു പുത്തൻ ഉണർവുണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില മാരക രോഗങ്ങൾ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില പ്രതിസന്ധികൾ വഴിമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഒരു ദൈവശക്തിയുടെ വ്യാപാരം, പരിശുദ്ധാത്മ ശക്തിയുടെ വ്യാപാരം. കരങ്ങളെ തട്ടി എല്ലാവരും ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. അന്യഭാഷയിൽ കർത്താവിനെ സ്തുതിച്ചാട്ടെ. അതരങ്ങളെ തുറന്നെല്ലാവരും ഞങ്ങൾ ഞങ്ങളുടെ കർത്താവിനോട് കൂടി വാഴും. We will live with our Lord forever and ever. എന്നേക്കും ഞങ്ങളുടെ കർത്താവിനോട് കൂടി ഞങ്ങൾ വാഴും. ഇന്ന് രാത്രി ഭൂമിയുടെ ആധിപത്യത്തിന്റെ മേൽ ദൈവസഭ ചേർന്നെടുക്കട്ടെ.